ത്രിയേക ദൈവത്തിന് സ്തുതി. ഒരു സുപ്രഭാതം കൂടെ ഈ ഭൂമിയിലായിരിക്കാൻ തക്കവണ്ണം നമ്മെ അനുഗ്രഹിച്ച ദൈവത്തെ ആദ്യമേ മഹത്വപ്പെടുത്താം. ക്രിസ്തു യേശുവിൽ നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ സ്നേഹവന്ദനം. അഗാപ്പൻ ബ്ലെസ്സിങ്ങിലേക്ക് ഏവർക്കും സ്വാഗതം. പണത്തിനും പ്രശസ്തിക്കും പുറകെ ഓടിയും അടുത്ത് ഉള്ളിൽ കടുത്ത ശൂന്യത അനുഭവപ്പെടുന്ന ഒരു വ്യക്തിയാണോ നമ്മൾ? ലോകം പറയുന്ന വിജയങ്ങളെല്ലാം സ്വന്തമാക്കിയിട്ടും സ്വന്തം കുടുംബത്തിലെ മനസ്സിലോ സമാധാനമില്ലാതെ നമ്മൾ കഷ്ടപ്പെടുകയാണ്. കർത്താവിൽ പ്രിയ സഹോദരി സഹോദരങ്ങളെ, ലാഭനഷ്ടങ്ങളുടെ കണക്കിൽ മാത്രം പറയുന്ന ഈ ലോകത്ത് നമ്മുടെ ജീവിതത്തിൻ്റെ യഥാർത്ഥ മൂല്യം എന്ത് എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്ന, ചിന്തിപ്പിക്കുന്ന, മനസ്സിലാക്കി തരുന്ന ഏറ്റവും അനുയോജ്യമായ ഒരു ചോദ്യമാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത്. വിശുദ്ധ മർക്കോസ് 8:36. ഭൗതികമായ ആഡംബരങ്ങൾക്ക് പുറകെ പോയി സ്വന്തം ജീവിതം നശിപ്പിച്ചു കളയുന്ന മനുഷ്യർക്ക് മുമ്പിൽ യേശുക്രിസ്തു വെച്ച ഏറ്റവും വലിയൊരു ചോദ്യമാണിത്. വചനം ഇപ്രകാരമാണ്: ഒരു മനുഷ്യൻ സർവ്വലോകവും നേടുകയും തൻ്റെ ജീവനെ കളയുകയും ചെയ്താൽ അവന് എന്ത് പ്രയോജനം? ഫിലിപ്പിന്റെ കൈസരിയ എന്ന പ്രദേശത്ത് വെച്ചാണ് ഈ സംഭവം നടക്കുന്നത്. യേശുക്രിസ്തു താൻ അനുഭവിക്കാൻ പോകുന്ന കഷ്ടങ്ങളെക്കുറിച്ചും മരണത്തെക്കുറിച്ചും ശിഷ്യന്മാരോട് സംസാരിക്കുമ്പോൾ പത്രോസ് യേശുവിനെ തടയാൻ ശ്രമിച്ചു. പത്രോസ് ആഗ്രഹിച്ച് പെട്ടെന്ന് തന്നെ റോമ സാമ്രാജ്യത്തെ കീഴടക്കി വലിയൊരു ഭൗതിക സാമ്രാജ്യം സ്ഥാപിക്കാനായിരുന്നു. അതിനകത്ത് പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ ഏറ്റവും വലിയ ഭരണാധികാരിയോ ഒക്കെ ആകാനായ പത്രോസ് അല്ലെങ്കിൽ ശിഷ്യന്മാർ ആഗ്രഹിച്ചത്. പത്രോസിന്റെ ആ ലൗകിക ചിന്തയെ ശക്തമായി ശാസിച്ചുകൊണ്ട് യേശു ജനക്കൂട്ടത്തെയും തൻ്റെ ശിഷ്യന്മാരെയും അരികിലേക്ക് വിളിച്ചു. എന്നിട്ട് തൻ്റെ പുറകെ വരാൻ ആഗ്രഹിക്കുന്നവൻ സ്വന്തം സ്വാർത്ഥതയെ വെടിഞ്ഞ് ക്രൂശെടുത്തു കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ട ശേഷമാണ് യേശു ഈ അതിശക്തമായ ചോദ്യം ചോദിക്കുന്നത്. പ്രിയ സഹോദരി സഹോദര, യേശുക്രിസ്തു ഇവിടെ സംസാരിക്കുന്നത് ഒരു ബിസിനസ്സുകാരന്റെ ഭാഷയിലാണ്. ലാഭത്തെക്കുറിച്ചും നഷ്ടത്തെക്കുറിച്ചും നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മൾ കഠിനമായി പരിശ്രമിച്ച് ഈ ലോകത്തിന്റെ സകല സമ്പത്തും അധികാരവും പ്രശസ്തിയും സ്വന്തമാക്കിയെന്ന് വിചാരിക്കുക. എന്നാൽ ആ യാത്രയിൽ നമ്മുടെ നല്ല സ്വഭാവം, നമ്മുടെ മനസ്സമാധാനം, നമ്മുടെ ആത്മാർത്ഥത, ഒടുവിൽ നമ്മുടെ ആത്മാവ് തന്നെ നഷ്ടപ്പെട്ടു പോയാൽ ആ വിജയം കൊണ്ട് എന്ത് പ്രയോജനമാണ്? ആർക്കാണ് അതുകൊണ്ട് പ്രയോജനമുള്ളത്? ഇന്ന് പലരും കരിയറിലെ വിജയത്തിന് വേണ്ടി സ്വന്തം കുടുംബത്തെയും മനസ്സമാധാനത്തെയും പണയം വെക്കുകയാണ്. താൽക്കാലികമായ കയ്യടികൾക്ക് വേണ്ടി സ്വന്തം അഭിമാനത്തെ വിറ്റുകളയുകയാണ്. ചുരുക്കി പറഞ്ഞാൽ ലോകം വിജയം വാഗ്ദാനം ചെയ്യുന്നു, പക്ഷേ സംതൃപ്തി നൽകുന്നില്ല. ഇന്ന് പലരും പണം, പ്രശസ്തി, അധികാരം, സ്ഥാനം എന്നിവയ്ക്കായി നെട്ടോട്ടമോടുകയാണ്. വിജയം നേടുന്നതിൽ തെറ്റൊന്നുമില്ല, എന്നാൽ അവയെ ജീവിതത്തിന്റെ അന്തിമ ലക്ഷ്യമാക്കുമ്പോഴാണ് പ്രശ്നം. പലർക്കും ധനമുണ്ട്, പക്ഷെ സമാധാനമില്ല. സ്ഥാനമുണ്ട്, പക്ഷെ സന്തോഷമില്ല. പ്രശസ്തിയുണ്ട്, പക്ഷേ ഹൃദയത്തിൽ എപ്പോഴും ഒരു ശൂന്യതയാണ്. നമ്മുടെ ആത്മാവ് ലോകത്തിലെ ഏത് സമ്പത്തിനേക്കാളും വിലപ്പെട്ടതാണെന്ന് ആര് നമുക്ക് പറഞ്ഞു തരും? പണം നഷ്ടപ്പെട്ടാൽ വീണ്ടും സമ്പാദിക്കാം, വീട് നഷ്ടപ്പെട്ടാൽ വീണ്ടും പണിയാം, ജോലി നഷ്ടപ്പെട്ടാൽ മറ്റൊന്ന് കണ്ടെത്താം. പക്ഷേ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അതിന് പകരം ഒന്നുമില്ല. ആത്മാവ് നിത്യമാണ്. അതുകൊണ്ട് അതിൻ്റെ മൂല്യം നമുക്കിട്ട് അളക്കുവാൻ സാധിക്കുകയില്ല. ദൈവമില്ലാത്ത ഏത് വിജയവും അപൂർണമാണ്. നമുക്കിതൊക്കെ അറിയാം. ലോകം വിജയത്തെ അളക്കുന്നത് ബാങ്ക് ബാലൻസിൻ്റെയും സ്വത്തും സ്ഥാനവും മാനവും ഒക്കെ നോക്കിയാണ്. എന്നാൽ ദൈവം ഹൃദയത്തെയാണ് നോക്കുന്നത്, നമ്മുടെ യഥാർത്ഥ ഹൃദയത്തെ. യഥാർത്ഥ വിജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തോടുള്ള ബന്ധം, സമാധാനം, സത്യസന്ധത, ജീവിത ലക്ഷ്യം, നിത്യപ്രത്യാശ, ഇവയെല്ലാം ഉൾക്കൊള്ളുന്നതാണ്. നമ്മുടെ മുൻഗണനകൾ എന്തൊക്കെയാണെന്നൊന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. നാം എന്തിനു വേണ്ടിയാണ് ജീവിക്കുന്നത്? എന്തിനു വേണ്ടിയാണ് സമയം ചെലവഴിക്കുന്നത്? എന്തിനു വേണ്ടിയാണ് കഷ്ടപ്പെടുന്നത്? പലരും പണത്തിനു വേണ്ടി കുടുംബത്തെ നഷ്ടപ്പെടുത്തുന്നു, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി സത്യസന്ധത നഷ്ടപ്പെടുത്തുന്നു. എന്നാൽ ഏറ്റവും വലിയ നഷ്ടം നിത്യജീവനെ നഷ്ടപ്പെടുത്തുന്നതാണ്. നമ്മുടെ യഥാർത്ഥ സമ്പത്ത് എവിടെയാണ്? അത് ക്രിസ്തുവിലാണ്.
യേശു നമ്മെ ദരിദ്രനാക്കാനല്ല ഇവിടെ വന്നത്. സമൃദ്ധമായ ജീവിതം നൽകി സന്തോഷത്തോടെ സമാധാനത്തോടെ ഈ ലോകത്ത് ജീവിക്കാൻ വേണ്ടിയാണ്. ക്രിസ്തുവിനെ ഒന്നാം സ്ഥാനത്ത് വെച്ചാൽ വിജയത്തിന് അർത്ഥമുണ്ടാകും, ജോലിക്ക് ഒരു ലക്ഷ്യമുണ്ടാകും, ജീവിതത്തിനൊരു സമാധാനം ഉണ്ടാകും, ഭാവിക്ക് പ്രത്യാശ ഉണ്ടാകും, നിത്യതയ്ക്ക് ഉറപ്പുണ്ടാവും, ഗ്യാരണ്ടി ഉണ്ടാവും. വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, ഈ പ്രപഞ്ചത്തിലെ സകല സമ്പത്തിനേക്കാളും വിലയേറിയതാണ് നമ്മുടെ ആത്മാവ്. ലോകം നമ്മെ വില കുറച്ചു കണ്ടാലും ദൈവത്തിന്റെ കൺമുമ്പിൽ നമ്മൾ ഈ ലോകത്തേക്കാൾ വലിയ വിലയുള്ളവരാണ്. അതുകൊണ്ട് താൽക്കാലിക ലാഭങ്ങൾക്ക് വേണ്ടി നമ്മുടെ മൂല്യങ്ങളെ വിട്ട് കളയരുത്. കാരണം ഈ ലോകം മുഴുവൻ നേടുന്നതിനേക്കാൾ വിലയുള്ളതാണ് നമ്മുടെ ആത്മാവ് എന്ന് മനസ്സിലാക്കി അതിന് വീണ്ടെടുക്കാൻ വേണ്ടി കാൽവറിയുടെ ഉന്നതങ്ങളിൽ സ്വന്തം ജീവൻ ബലി നൽകിയവനാണ് നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തു. അതുകൊണ്ട് ഇന്ന് നമ്മുടെ മുൻഗണനകളെ അല്ലെങ്കിൽ പ്രയോറിറ്റീസ് മാറ്റി എഴുതുക. ഓരോ മനുഷ്യനും ഉത്തരം നൽകേണ്ട ഒരു ജീവിത പരിശോധനയാണിത്. ഒരു ദിവസം നമ്മുടെ സമ്പത്തും സ്ഥാനവും മാനവും പ്രശസ്തിയും എല്ലാം ഇവിടെ തന്നെ ഇട്ടിട്ട് പോകണം. എന്നാൽ നമ്മുടെ ആത്മാവ് നിത്യതയിലേക്ക് പോകും. അതിന് നാം വിജയത്തെ പിന്തുടരാം, പക്ഷെ ആത്മാവിനെ നഷ്ടപ്പെടുത്തരുത്. നമുക്ക് സമ്പത്ത് സമ്പാദിക്കാം, പക്ഷെ ദൈവത്തെ മറക്കരുത്. നമുക്ക് ഭാവിയൊക്കെ ഭയങ്കരമായിട്ടുണ്ടാക്കാം, പക്ഷെ നിത്യതയെ അവഗണിക്കരുത്. ഇന്ന് സ്വയം ഒന്ന് ചോദിക്കുക, ഞാൻ നേടുന്നത് എന്ത്, ഞാൻ നഷ്ടപ്പെടുത്തുന്നത് എന്ത്? സ്വന്തം വിവേകത്തിൽ ഊന്നാതെ നമ്മുടെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ ദൈവത്തിൽ മാത്രം ആശ്രയിക്കുക. ലോകം തരുന്ന താൽക്കാലിക തിളക്കങ്ങൾക്ക് പുറകെ പോകാതെ ദൈവത്തിൽ നിന്നും ലഭിക്കുന്ന യഥാർത്ഥ സമാധാനം സ്വന്തമാക്കുക. ക്രിസ്തുവിനെ ജീവിതത്തിന്റെ കേന്ദ്രമാക്കി ജീവിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. കർത്താവ് നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം. ഞങ്ങൾ അത്യധികം സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട യേശുവേ, സ്വർഗീയ പിതാവേ, തന്നിരിക്കുന്ന ഈ നല്ല സമയത്തിനായി തന്നെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ വചനം കേൾക്കുന്ന നിന്റെ മക്കളെ, ഇത് പങ്കുവയ്ക്കുന്ന നിന്റെ മക്കളെ ഈ സമയത്ത് തന്നെ കർത്താവെ നിന്റെ അനുഗ്രഹം കൊണ്ട് നിറയ്ക്കണമേ. അവരെത്ര വലിയ ആവശ്യങ്ങളായാലും എത്ര വലിയ ബുദ്ധിമുട്ടുകളായാലും കർത്താവെ നീ കൂടെ ഇരുന്ന് അവർക്ക് ആശ്വാസം അരുളണമേ, പരിഹാരം നീ കൊടുക്കണമേ. നിന്റെ ചെറിയന്മാരിൽ അവരെ മറക്കണമേ. ബലഹീനതകൾ ഏറെയുണ്ട് കർത്താവേ. ഞങ്ങൾ പലപ്പോഴും നിന്നെ മറന്ന് ഈ ലോകത്തിന്റെ ചിന്തകളിൽ മുഴുകി അടികളിൽ ജീവിച്ചു പോയി കർത്താവേ. ഞങ്ങളുടെ ജീവന് ഇത്രയേറെ വിലയുണ്ടെന്ന് ഞങ്ങൾ ഓർത്തില്ല കർത്താവേ. ഈ ലോകത്തിൻ്റെ ആയ രീതിയിൽ പണത്തിനും പ്രശസ്തിക്കും കർത്താവെ പൊസിഷനും എല്ലാം വേണ്ടി ഞങ്ങൾ തല്ലുപിടിച്ചു. ഞങ്ങൾ മറ്റുള്ളവർക്ക് ഉപദ്രവിച്ചു. ഞങ്ങളുടെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ പലതും ചെയ്തു. അടികളോട് പുറക്കണം. അടികൾ ബലഹീനരും പാപികളും ദോഷികളും ആവുന്നു കർത്താവേ. പലതും അറിവില്ലാതെ ഞങ്ങൾ പ്രവർത്തിച്ചു പോയി. ഇത്രയൊക്കെ വേദനിക്കുമെന്ന് ഞങ്ങൾ ചിന്തിച്ചില്ല. മറ്റു പലരെയും ചവിട്ടി താഴ്ത്തിയാണ് ഞങ്ങൾ കയറി വന്നത്. ഞങ്ങളുടെ സഹോദരങ്ങളെ വേദനിപ്പിച്ചാണ് ഞങ്ങൾ സമ്പത്തെല്ലാം നേടിയത്. ഞങ്ങളുടെ മാതാപിതാക്കളെ വേദനിപ്പിച്ചാണ് ഞങ്ങൾ സമ്പത്ത് നേടിയത്. ഞങ്ങളുടെ സഹോദരങ്ങളെ ചീത്ത പറഞ്ഞിട്ടാണ് ഞങ്ങൾ സമ്പത്ത് നേടിയത്. പങ്കാളിയെ പിണക്കിയിട്ടാണ് സമ്പത്ത് നേടിയത്. മറ്റെല്ലാ കാര്യങ്ങളും അടിയങ്ങൾ ചെയ്തു പോയി കർത്താവേ. അടിയങ്ങളോട് പൊറുക്കണമേ. ബലഹീനരാകുന്നു, പാപികളാകുന്നു. ഞങ്ങളുടെ കുറ്റങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലാക്കി തരണമേ. അതിന് വിവേചന ബുദ്ധിയോടെ കർത്താവെ കൈകാര്യം ചെയ്യുവാൻ തക്കണം നിന്റെ വൻകൃപ ഞങ്ങൾ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുറ്റങ്ങളും കുറവുകളും എല്ലാം നീ പരിഹരിക്കണമേ കർത്താവെ. ഈ വചനം കേൾക്കുന്ന മക്കൾക്ക് കർത്താവെ സന്തോഷവും സമാധാന ഐശ്വര്യവും നീ പ്രദാനം ചെയ്യണമേ. എത്ര വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവരാണെങ്കിലും, എത്ര വലിയ വേദനയിലൂടെ കടന്നു പോകുന്നവരാണെങ്കിലും, എത്ര വലിയ രോഗങ്ങളാലും പ്രയാസങ്ങളാലും വേദനിക്കുന്നവരാണെങ്കിലും കർത്താവ് ഈ നിമിഷം നിന്റെ കരങ്ങൾ നീട്ടി അവരെ അനുഗ്രഹിക്കണമേ. നിന്റെ സന്തോഷ സമാധാനം ഐശ്വര്യവും നിന്റെ മക്കൾക്ക് നീ പ്രദാനം ചെയ്യണമേ. നിന്റെ ചെറന്മറവിൽ അവരെ മറക്കണമേ. സകല ബലഹീനതകളെയും പോക്കി ശക്തിപ്പെടുത്തണമേ. നിന്റെ സ്വർഗീയ സന്തോഷം നിന്റെ മക്കൾക്ക് നൽകി മറ്റുള്ളവർക്ക് മാതൃകയായി ജീവിപ്പാൻ തക്കവണ്ണം നിന്റെ വിലച്ചെന്ന മക്കളായി വളരുവാൻ തക്കവണ്ണം അവരെ നീ അനുഗ്രഹിക്കണമേ. പൂർണ്ണമായി ഏറ്റെടുത്ത് വഴി നടത്തണമേ. നിന്റെ പരിശുദ്ധാത്മാവിനല്ല അവരെ നിറയ്ക്കണമേ. അവരുടെ ആവശ്യങ്ങളെയും ആഗ്രഹങ്ങളെയും കർത്താവേ ഈ നിമിഷം തന്നെ നീ നിറവേറ്റി കൊടുക്കണമേ കർത്താവേ. നിന്റെ മക്കളായി വളരുവാൻ തക്കവണ്ണം സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും നല്ല ദിനങ്ങൾ നൽകണം. പിശാച് അവരെ തുടരുതേ കർത്താവേ. ആപത്തനർത്ഥങ്ങൾ അവർക്ക് വരരുതേ കർത്താവേ. മറ്റുള്ളവർക്ക് മാതൃകയായി ജീവിപ്പാൻ തക്കണം വൻകൃപ നൽകി അനുഗ്രഹിക്കണമേ. ഒരാത്മാവ് നശിച്ചു പോകാൻ ഇടവരുത്തരുത് കർത്താവേ.
എല്ലാവരുടെയും ഹൃദയങ്ങളിൽ സന്തോഷ സമാധാനം നൽകണമേ. കർത്താവെ, നിന്നിൽ ആശ്രയിച്ച് ജീവിപ്പാൻ തക്കോണം ശിഷ്ട ജീവിതത്തെ നീ ക്രമീകരിക്കണമേ. ഇറങ്ങി വന്ന് ഇനി പരിപാലിക്കുന്നതിനായി സ്തുതിക്കുന്നു കർത്താവെ. എല്ലാ പ്രാർത്ഥനയും കേട്ട് നിന്റെ മക്കളെ സമൃദ്ധമായി അനുഗ്രഹിക്കുന്നതിനായി സ്തുതിക്കുന്നു കർത്താവെ. എല്ലാം ഞങ്ങൾ കൂടി ജീവിച്ച യേശുവിന്റെ പുനർനാമത്തിൽ തന്നെ ആമേൻ.